ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല തരത്തിലും പഴംപൊരി ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു സൂപ്പർ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി ഒരു കിടിലൻ റെസിപ്പിയാണ് നമുക്കിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. സൂപ്പറാണ്. നമ്മൾ ചമ്മന്തി ഒന്നും ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു മൈദ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു പിഞ്ചാണ് ചേർത്ത് കൊടുക്കാറ്. ഇതങ്ങനെയല്ല, നമ്മുടെ ഒരു മാവിലേക്ക് പാകമായിട്ടുള്ള ഉപ്പ് തന്നെ ചേർക്കണം കേട്ടോ. നമ്മളിത് മധുരത്തിലല്ലല്ലോ ഉണ്ടാക്കുന്ന, എരിവിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കുക. അതുപോലെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഈ ഒരു മാവൊന്ന് വെറുതെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ടല്ലോ. അതിന് പകരം നിങ്ങൾക്കൊരു 10-15 കുരുമുളക് മുഴുവനായിട്ട് എടുത്താലും മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു തരിതരിപ്പൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് തിന്നുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഒരു അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു മാവ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസാക്കിയിട്ടുള്ള ഒരു മാവാക്കി എടുക്കരുത് കേട്ടോ. നമുക്ക് ലാസ്റ്റ് മാവ് കലക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരലൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വിരലിൻ്റെ മുകളിൽ മാവ് നന്നായിട്ട് കോട്ടിംഗ് ആയിട്ട് നിൽക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴം എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ മാവ് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മാവായാലും ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി പഴുപ്പ് ഏറിയ പഴമൊന്നും എടുക്കരുത്. ഇത് അത്രയും പഴുപ്പ് ഏറിയിട്ടൊന്നുമില്ല. തൊലി കറുത്തിട്ടുണ്ട്, പക്ഷെ പഴം വല്ലാണ്ട് പഴുത്തു പോയിട്ടുള്ളതല്ല കേട്ടോ. അപ്പൊ ഈ പഴം നമുക്കിത് ആദ്യം ഒന്ന് നമുക്ക് 2ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ പഴംപൊരി ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പഴം ഒന്ന് 2ആക്കിയിട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ പഴം 2ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു പഴം ഉണ്ടല്ലോ, അത് നടുക്കൊന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം കേട്ടോ. കണ്ട, ഇതുപോലെ നമുക്ക് ഓരോ പഴത്തിന്റെ കഷ്ണത്തിനെ 2ആക്കി മാറ്റിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ 3 പീസാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി വണ്ണത്തിലുള്ള പഴമാണെങ്കിൽ നിങ്ങൾക്ക് 4 പീസൊക്കെ ആക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ വലിയ വണ്ണത്തിലുള്ള പഴം 4 പീസാണ് ആക്കിയിട്ടുള്ളത്. അല്ലാത്തതൊക്കെ അതുപോലെ 3 പീസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി കനം കുറച്ചിട്ടൊന്നും കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. 3 പീസാക്കിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. അപ്പം നമുക്കിതുപോലെ ബാക്കി പഴം എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലോ. അപ്പം ഞാനിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ആ എണ്ണയിൽ നിന്ന് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഇതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് പാകമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മാവിൽ നമുക്ക് പഴം മുക്കി ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിൽ നല്ലോണം നമുക്ക് ഈ ഒരു മാവ് തന്നെ ഈ ഒരു എണ്ണയിൽ മാവ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ചാടിക്കൊണ്ടിരിക്കും നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കട്ടിക്ക് തന്നെ മാവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ.
അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിലാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനിതാ രണ്ട് ഭാഗവും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ എണ്ണ കുടിക്കുള്ളൂ. അപ്പോൾ അതാ ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരാട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കുകയൊന്നും ഇല്ല കേട്ടോ, അതും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒട്ടും എണ്ണ കുടിക്കൂല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത എണ്ണയ്ക്ക് പാകമായിട്ടുള്ള പഴം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൊരിപ്പിച്ചെടുക്കലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് എത്രത്തോളം മൊരിഞ്ഞ് കിട്ടണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് മൊരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പഴുപ്പ് ഏറിയിട്ടുള്ള പഴമാണെങ്കിൽ നമുക്ക് നല്ലോണം എണ്ണയും കുടിക്കും, അതുപോലെ തന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇതും ഞാനിതാ നന്നായിട്ട് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസി പഴംപൊരി ഇതാ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി മാവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴംപൊരി കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനൊരു പഴം കൂടെ എടുത്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും കുറച്ചും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്, നമ്മൾ ചമ്മന്തി ഒന്നും കൂട്ടാണ്ടാണ് ഇത് കഴിക്കുക. ചമ്മന്തി കൂട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ കൂട്ടേണ്ട ആവശ്യമില്ല, നമുക്കിത് എരിവുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി മാവുണ്ടായിരുന്നു, രണ്ടെണ്ണം ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നമുക്ക് ഇത്രത്തോളമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മുടെ സ്പൈസി പഴംപൊരി നമ്മൾ ചിലവരൊക്കെ മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഒന്നല്ല, നമുക്കിത് കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇഞ്ചിയുടെയും ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും, പച്ചമുളകിൻ്റെ എല്ലാം. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തതിന് പകരം കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ രണ്ടോ ഒരു മൂന്നോ ഒരു കാന്താരി മുളക് ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവറാണ് അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.